എന്ന് തുറന്നു പറയുകയാണ് ഹിലാൽ. എന്തുതരം ബുദ്ധിമുട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ആടുന്നത്, ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത്, ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത്, ഒരുമിച്ച് പാട്ട് പാടുന്നത് യോജിക്കാൻ കഴിയില്ല എന്ന് ഹിലാൽ പറയുന്നു. അപ്പോൾ അഭിലാഷിന്റെ ചോദ്യം, താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണല്ലോ, താങ്കളോടൊപ്പം സ്ത്രീകൾ പഠിക്കുന്നില്ലേ, സ്ത്രീകൾ പഠിപ്പിക്കുന്നില്ലേ? ഈ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ചെങ്കിലുമൊക്കെ ഒരു നാണവും മാനവും ഒക്കെ വേണ്ട, ഒരു ഉളുപ്പ് വേണ്ടേ? ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ മെഡിസിൻ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഡോക്ടർമാരായി കഴിഞ്ഞാൽ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഓ, കേരളം ആകെ ഞെട്ടിയിരിക്കണം. അങ്ങ് ദീപാ നിശാന്ത് മുതൽ ഇങ്ങ് മറുനാടൻ മലയാളി വരെ ആകെ ഞെട്ടിയിരിക്കണം. ബട്ട് വൈ? എന്തായിരിക്കും അവൻ അങ്ങനെ പറയാൻ കാരണം? വൈ ഷുഡ് യു സേ ദാറ്റ്? വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് ഓഫ് ലിബറൽ ഓട്ടോക്രസി. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ലിബറലിസം അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് നമ്മളിലേക്ക് കുത്തിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ സ്ലോ IV ഇൻഫ്യൂഷൻ ഓഫ് ലിബറൽ കറപ്ഷൻ. സെക്സ് വർക്ക് ലീഗലൈസ് ചെയ്യണമെന്നും സെക്സ് ടോയ്സ് കൊണ്ടുവരണമെന്നും ഇൻസെസ്റ്റിനൊരു കുഴപ്പമില്ല എന്നും, കഞ്ചാവ് അടിച്ചാലും MDMA അടിച്ചാലും എന്താ കുഴപ്പം, അതൊക്കെ ലീഗലൈസ് ചെയ്തുകൂടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. യൂറോപ്പും പാശ്ചാത്യരും നീട്ടിച്ചരത്തിച്ച കുറെ സോ കോൾഡ് പ്രോഗ്രസീവിസം വാരി വിഴുങ്ങാൻ ചില ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. മാസ്റ്റർബേഷന്റെയും വത്തക്ക സമരവും യോനി കവാടവും ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടം. സോ ഇൻ ദിസ് വേൾഡ് ഓഫ് ലിബറൽ കറപ്ഷൻ വി സ്റ്റാൻഡ് വിത്ത് കൺവിക്ഷൻ. ദൈവഭയം വേണമെന്നും ഫാമിലി സിസ്റ്റം തകരാൻ പാടില്ല എന്നും, മോഡസ്റ്റി ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഡിസിപ്ലിൻ നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ് എന്നും പറയുന്ന ആന്റി ലിബറൽ കൺസർവേറ്റീവ് റിലീജിയസ് സ്റ്റാൻഡിന് അവർക്കത് പറയാൻ സാധിക്കണം. സോ വൈ ഹീ സെഡ് ലൈക്ക് ദാറ്റ്? അവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. അത് നിങ്ങളുടെയും എൻ്റെയും വീക്ഷണം രണ്ടും രണ്ടാണ്. നിങ്ങളുടെ വീക്ഷണം ലിബറൽ വീക്ഷണമാണ്, അതിൽ ഫ്രീ മിക്സിങ്ങും ഫ്രീ സെക്സും വാട്ട് എവർ അത് ഓക്കെയാണ്. പക്ഷേ എനിക്കത് ഓക്കെ അല്ല. ബട്ട് ദ പ്രോബ്ലം ഈസ്, എന്താണ് പൊന്നുമകനെ സൂംബയുമായി നിനക്ക് ഇത്ര പ്രശ്നം? സൂംബ നിന്നെ കടിച്ച ഈ സ്ട്രെസ് ആകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ സൂംബ എന്ന് മര്യാദക്ക് പറയാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ ദ നെക്സ്റ്റ് മോമെന്റ് ഇവിടെയുള്ള എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നൊരു സർക്കുലർ എല്ലാ സ്കൂളുകളിലേക്കും വരികയാണ്. എന്താണത്? ലഹരിക്കെതിരെ കുട്ടികളെല്ലാവരും, വിദ്യാർത്ഥികളെല്ലാവരും സൂംബ ഡാൻസ് കളിക്കട്ടെ. മകളെ, നിങ്ങളെല്ലാവരും ഡാൻസ് കളിക്ക്. ഡാൻസ് കളിച്ച് നമുക്ക് നമ്മുടെ കേരളത്തെ ലഹരി വിമുക്തമാക്കാം. എങ്ങനെയുണ്ട് അവസ്ഥ? ബൈ ദ വേ, ഇത് നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും ചർച്ചയോ സംവാദമോ ഒപ്പീനിയൻസ് എടുക്കലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നെവർ. ചർച്ചകളൊന്നുമില്ല, പക്ഷെ നിർബന്ധമായും നിങ്ങളുടെ കുട്ടി ഇത് കളിച്ചിരിക്കണം. സ്വാഭാവികമായും മതപരമായി ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. ഈ സൂംബ ഡാൻസിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നവർ പറയാണ്. അതോടെ കേരളം പൊട്ടിത്തെറിക്കുകയാണ്. ഇതോ തീവ്രവാദികൾ, ഭീകരവാദികൾ, താലിബാനിസം കേരളത്തിൽ ഇതാ പിടിമുറുക്കിയിരിക്കുന്നു, ഭീകരവാദികൾ പെരുകുന്നു. ഇതായിരുന്നു അടുത്ത ഹെഡ്ലൈൻസ്. പക്ഷേ ഇത് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. വി സ്റ്റുഡ് അഗെയിൻസ്റ്റ് ദ കൾച്ചറൽ ഫാസിസം. ഇത് ഒരു കൾച്ചറൽ ഫാഷിസമാണ്. നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ഇമ്പോസ് ചെയ്യുക, ഞങ്ങൾക്കതിൽ വിമുഖത ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കൾച്ചറൽ ഫാഷിസം മാൻ. സോ വി സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. യാതൊരു ചർച്ചയുടെയോ പഠനത്തിന്റെയോ അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ഇമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചത് വൈ ഞങ്ങൾ എന്തിന് പങ്കെടുക്കണം? ആർട്ടിക്കിൾ 25 ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അതിനുള്ള അവകാശം തന്നിട്ടുണ്ടെങ്കിൽ വൈ നിങ്ങൾ എന്തിന് ഇമ്പോസ് ചെയ്യുന്നു? ലെറ്റ് ഇറ്റ് ബി ചോയ്സ്. അത് ചോയ്സ് ആയിരിക്കട്ടെ. ചോയ്സ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാൻ? അതല്ലേ അതിന്റെ ജനാധിപത്യം? അതല്ലാതെ ഇതൊരു മത റിപ്പബ്ലിക് അല്ലല്ലോ. ലിബറൽ മതം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു റിപ്പബ്ലിക് അല്ലല്ലോ. ഇതൊരു ജനാധിപത്യമല്ലേ സാർ? ഇത് പറഞ്ഞതിന് ഞങ്ങളെ താലിബാനും തീവ്രവാദിയും ആക്കുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് പോടെ. നിന്റെയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ തൽക്കാലം ക്യൂ നിൽക്കുന്നില്ല. മതത്തിന്റെ ചെരുപ്പുകൾ പുറത്തഴിച്ചു വെച്ചു നീ മെഡിക്കൽ കോളേജിലേക്ക് കയറിയാൽ മതി എന്നുള്ള നിങ്ങളുടെ തിട്ടൂരം വഴങ്ങാൻ സൗകര്യമില്ല. സോ പൊതുവിടങ്ങളിൽ എല്ലാവരുമായും ആവശ്യാനുസരണം ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്നവരാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ. അവരെ അതറൈസ് ചെയ്തുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി നിർത്താം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല. മെഡിക്കൽ കോളേജിൽ കോൺവക്കേഷന്റെ അന്ന് DJ പാർട്ടി കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോകാറില്ല, എന്നെ ആരും പിടിച്ചു കൊണ്ടുപോകാറുമില്ല. പക്ഷെ നിർബന്ധമായും നിങ്ങളുടെ കുട്ടികൾ സൂംബ കളിച്ചിരിക്കണം, ഞങ്ങൾ പറഞ്ഞത് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ നീ മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണോ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നത്, ആ ചോദ്യം വരുന്നത് കുയുക്തിയിൽ നിന്നാണ്, കുബുദ്ധിയിൽ നിന്നാണ്. അതിന് വഴങ്ങിത്തരാൻ തൽക്കാലം താല്പര്യമില്ല. സോ ഇങ്ങനെയൊക്കെ റിലീജിയസ് വാല്യൂസ് ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടോ, കുരുപൊട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാ ഈ ഓയിൻമെന്റ് ഒരു 2 ആഴ്ച 2 നേരം വീതം പുരട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ടും റെഡി ആവുന്നില്ലെങ്കിൽ കൺസൾട്ട് മീ.